ഹായ് യോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഈ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടാലോ? അപ്പം ഇന്നാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് മാന്തൾ മീനും പിന്നെ നെയ്മീൻ്റെ കുട്ടിച്ചൂരയുമാണ്. അപ്പോൾ എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇവിടെ മീനാണ് കൂടുതലായിട്ട് വാങ്ങുക. അപ്പോൾ മാന്തൾ ഇവിടെ അധികം കിട്ടാറില്ല. അപ്പോൾ മാന്തൾ കണ്ടപ്പോൾ തന്നെ ഞാൻ വാങ്ങി. കുറച്ച് പാടായിരുന്നു നന്നാക്കാനായിട്ട്, കാരണം രണ്ട് വശത്തെയും തൊലി മാറ്റണം എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മുകളിലത്തെ ആ കറുത്ത തൊലി മാത്രമാണ് മാറ്റിയത്, ബാക്കിൽ ആ വെള്ളത്തൊലി എടുക്കണം എന്നറിയില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ടി ഫീൽ ചെയ്തപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ മനസ്സിലായി. അങ്ങനെ തൊലിയൊക്കെ മാറ്റി മാന്തൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോ മാന്തളുണ്ട്, അതുകൊണ്ട് പിന്നെ നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് തേങ്ങ അരച്ച് കറി വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് നെയ്മീൻ്റെ കുട്ടിച്ചൂരയുണ്ട്, അതും വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. ഷോപ്പിൽ നിന്ന് പറഞ്ഞായിരുന്നു തൊലി ഉരിക്കേണ്ട, മാംസത്തിന് കട്ടി കുറവാണെന്ന്. അപ്പോൾ മാന്തൾ നമുക്ക് തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കാം. ഇവിടെ മാങ്ങയും തക്കാളിയും ഉണ്ടമുളകും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ട് മാങ്ങയും തക്കാളിയും നല്ല മണമുള്ള ഉണ്ടമുളകൊക്കെ ഇട്ടിട്ട് നല്ലൊരു തേങ്ങാക്കറി സെറ്റാക്കി എടുക്കാം. ഉണ്ടമുളക് ഇട്ടിട്ട് വെക്കുന്ന കറിക്ക് നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങാക്കറിയാണ് വെച്ചത്. അപ്പം കറി തിളച്ചിട്ട് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാണ്. മീൻ കഷ്ണങ്ങൾ ഇനിയൊന്ന് കറിക്ക് നല്ല പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഇട്ടത്. പിന്നെ ഒരു പടവലങ്ങയും പാവയ്ക്കയും ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു തോരനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പടവലങ്ങയും പാവയ്ക്കയും ഒരു സവാളയും കൂടെ അരിഞ്ഞ് തേങ്ങയൊക്കെ ഇട്ടിട്ടൊന്ന് കറിവേപ്പിലയൊക്കെ ഇട്ട് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്കിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഡ്രൈ ആയെന്ന് തോന്നിയപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെന്തതിന് പിന്നെ നമുക്ക് മീനകത്ത് അരപ്പ് തേക്കാം. അപ്പോൾ ഞാൻ ഒരു മാന്തളിൻ്റെ കഷ്ണവും ബാക്കി ചൂര കഷ്ണവും കൂടിയാണ് എടുത്തിരിക്കുന്നത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പം അത് നമുക്ക് വേഗം ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് കൂടാതെ ഇന്ന് രസം ഉണ്ടായിരുന്നു, പിന്നെ രസത്തിൻ്റെ ഇത് ഞാൻ എടുത്തില്ല. പിന്നെ ഇത് മാങ്ങാച്ചാറിൻ്റെ അടിപൊളി ടേസ്റ്റുള്ളൊരു മാങ്ങാച്ചാറാണ് ഉമ്മ ഉണ്ടാക്കുന്നത്. നല്ല ഉമ്മാണ് എൻ്റെ ഫുൾ പ്രിപ്പറേഷൻ. നല്ല രസമായിരുന്നു. കുക്കിംഗ് ടൈമില്ല ഇതിന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ച്.